പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സ് ആണ് ഒക്ടോബർ 2025 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ കുറേയധികം വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. PM ശ്രീയെ കുറിച്ചൊക്കെ നമ്മളല്ലേ റീസെന്റ് വിവാദങ്ങളും കേരളത്തില് ആ PM ശ്രീ ഒപ്പുവെച്ചതിനെ കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ SIR അല്ലേ, ബീഹാറിലെ SIR നടപ്പിലാക്കിയതിൽ തുടർന്നുണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വിശദമായി നോക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു വസ്തുതകളും അനുബന്ധ വസ്തുതകളും ഈ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തായാലും നമുക്ക് പോവാല്ലേ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് ആണ് 2025 ഒക്ടോബർ 31 അന്തരിച്ചത്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ആരാണ് ഈ മാനുവൽ ഫെഡറിക്? അത് നിങ്ങൾക്കറിയോ? പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരമാണ് ആര്? മാനുവൽ ഫെഡറിക്. 1972 മ്യൂണിച്ചിൽ നടന്ന ഒളിമ്പിക്സില് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മ്യൂണിച്ചിൽ നടന്ന ഒളിമ്പിക്സില് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായിരുന്നു ആര്? മാനുവൽ ഫെഡറിക്. ഈ മത്സരത്തില് ഇന്ത്യൻ ടീം വെങ്കലമാണ് കരസ്ഥമാക്കിയത്. വെങ്കലമാണ് ആ ഒളിമ്പിക്സില് കരസ്ഥമാക്കിയത്. അപ്പോൾ ആദ്യ മലയാളിയാണ്, ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ് ആ ഒളിമ്പിക്സിലെ ഹോക്കി മത്സരത്തിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. മാനുവൽ ഫെഡറിക് കണ്ണൂരിലാണ് ജനിച്ചു വളർന്നത്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് ആണല്ലേ, കന്റോൺമെന്റ് ആണ് കണ്ണൂർ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിൽ അംഗമായിരുന്ന അദ്ദേഹം ആദ്യ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന മലയാളി കൂടിയാണ്. അതറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. സമ്മർ ഒളിമ്പിക്സിലായിരുന്നു വെങ്കല മെഡൽ നേടിയത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത്. നിലവിലെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിങ്ങൾക്കറിയാം, BR ഗവായി അല്ലെ. BR ഗവായിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന BR ഗവായി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2025 14 മെയ് മുതൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ് അല്ലെ. അദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയ BR ഗവായി ഈ മാസം വിരമിക്കുകയാണ്. നവംബർ 23 2025 നവംബർ 23 വിരമിക്കുകയാണ്. അതുകൊണ്ടാണ് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി കൊളീജിയം സീനിയർ ആയിട്ടുള്ള ജഡ്ജി ആയിട്ടുള്ള സൂര്യകാന്തിനെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അംഗീകരിക്കാനായിട്ട് കൊളീജിയം ശുപാർശ ചെയ്യുകയും അങ്ങനെ അദ്ദേഹം 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകാൻ പോവുകയാണ്. 23-ാം തീയതിയിലെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയ BR ഗവായിയുടെ റിട്ടയർമെന്റിന് ശേഷമാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ ജസ്റ്റിസ് സൂര്യകാന്ത് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകാൻ പോകുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിലെ ഹിസാറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹരിയാനയിൽ നിന്നുള്ള ജഡ്ജിയാണ് അദ്ദേഹം. 2019 മെയ് 24 സുപ്രീം കോടതി ജഡ്ജിയായിട്ടൊക്കെ ഉയർത്തപ്പെടുന്നത്. അതുപോലെ തന്നെ 2024 നവംബർ 12 സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം വിരമിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു നല്ല കാലാവധിയുണ്ട്. 2027 ഫെബ്രുവരി 9 ജസ്റ്റിസ് സൂര്യകാന്ത് വിരമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ. 2025 സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമായിരുന്നു. നിങ്ങൾക്കറിയാം, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ സ്കൂൾ ഒളിമ്പിക്സിന്റെ ന്യൂസൊക്കെ ഒരുപാട് കേട്ടതായിരുന്നു അല്ലേ.
അപ്പോൾ അതിൽ തിരുവനന്തപുരമാണ് 2025 സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. 2ാം സ്ഥാനം തൃശ്ശൂരും 3ാം സ്ഥാനം കണ്ണൂറുമായിരുന്നു. സ്കൂൾ ഒളിമ്പിക്സിന്റെ 2025 വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. 2026 സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന കണ്ണൂരാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ഇനി അടുത്തത് 2025 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 49ാമത് വയലാർ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ച വയലാർ അവാർഡ് ലഭിച്ചു. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. ഈ സന്തോഷ് കുമാറിന്റെ ഒരു നോവലുണ്ട് തപോമയുടെ അച്ഛൻ. ഈ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ്, ആ നോവലിനാണ് 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഈ സന്തോഷ് കുമാറിന് ലഭിച്ചത്. ആ വസ്തുത മറന്നു പോകരുത്, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാം. 2024 ആരായിരുന്നു 48ാമത് വയലാർ രാമവർമ്മ അവാർഡ് വയലാർ അവാർഡ് വിന്നർ ആരായിരുന്നു അറിയോ? 48th എഡിഷൻ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനായിരുന്നു 2024 48ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയത്. 2025 അത് ഈ സന്തോഷ് കുമാറാണ്. നോവല് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്, ഈ എക്സാമിൽ ചോദിക്കാം. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനായെ തകായിച്ചിയാണ്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? സനായെ തകായിച്ചി. നിലവിലത്തെ ജപ്പാനിലെ ഭരണകക്ഷിയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, LDP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും അതുപോലെ തന്നെ മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രിയുമായിരുന്നു ആര്? സനായെ തകായിച്ചി. 64 വയസ്സാണ്. അപ്പോൾ നിലവില് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത 2027 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയമൊക്കെ നടന്നു കഴിഞ്ഞു. അതിന്റെ ചെയർമാനായി തിരഞ്ഞെടുത്തത് നടനായിരുന്ന പ്രകാശ് രാജിനെയാണ് അല്ലെ? പ്രകാശ് രാജിനെയാണ് 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ചെയർമാനായി തിരഞ്ഞെടുത്തിരുന്നത് പ്രകാശ് രാജിനെയാണ്. അപ്പോൾ ഈ പ്രകാശ് രാജ് മികച്ച അഭിനയത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് അല്ലെ? അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കർണാടകയിലാണ്, നിങ്ങൾക്കറിയാം. നിർമ്മാതാവ് കൂടിയാണ്. അപ്പോൾ 1998 മികച്ച സഹനടനുള്ള, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇരുവർ എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രമുണ്ട്. ആ ഇരുവർ എന്ന് പറയുന്ന ആ തമിഴ് ചിത്രത്തിലെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം 1998 പ്രകാശ് രാജിന് ലഭിക്കുന്നുണ്ട്, അറിഞ്ഞിരിക്കണം. അടുത്തത് 2025 ഒക്ടോബറിൽ സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരമാണ് നീരജ് ചോപ്ര. ജാവലിൻ താരമാണ് അല്ലെ? ജാവലിൻ താരമായ നീരജ് ചോപ്രയ്ക്കാണ് 2025 ഒക്ടോബറിൽ സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചിട്ടുള്ളത്. മുമ്പ് കായിക താരമായിട്ടുള്ള ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MS ധോണിക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്കതൊക്കെ അറിയാം. അടുത്ത 2026 അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്താണ് ട്രയാൻഡോ ആണ്. 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് 2026 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ട് അതിന്റെ ഔദ്യോഗിക പന്തിന്റെ നാമം ട്രയോണ്ടോ എന്നാണ്. ട്രയോണ്ടോ 3 രാജ്യങ്ങളിലുള്ള ട്രയോണ്ടോ എന്ന് ഓർത്തെടുക്കാൻ പറ്റും. അടുത്തത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ. നമുക്കറിയാം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അല്ലെ? SIR. തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമായിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഇപ്പോൾ ഇന്നലത്തെയോടുകൂടി നമുക്കറിയാം 2 ഘട്ടമായിട്ട് ബീഹാറിൽ നടന്ന തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ബീഹാറിൽ SIR നടന്നിരുന്ന ആ SIR പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് പട്ടിക വോട്ടേഴ്സ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. അപ്പോൾ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യമായും പൂർണ്ണമായും പുതുക്കിയതുമായിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ്
നമ്മുടെ കേരളത്തിലൊക്കെ നടത്താനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. BLOമാരൊക്കെ അതിന് സ്പെഷ്യൽ എന്യൂമറേഷൻ ഫോമൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. November 4 മുതൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നിലവിൽ കമ്മീഷണർ നിങ്ങൾക്കറിയാം, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണെന്ന് അറിയാം. ഓക്കെ, ഇന്ത്യയിൽ വായുമലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഡൽഹിയാണ്. ഇന്ത്യയിൽ വായുമലിനീകരണത്തിനെതിരായി പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. നിങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഇതിന്റെ ഇനാഗുറേഷനൊക്കെ കണ്ടിരുന്ന് കാണും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ്. എക്സാമിന് ചോദിക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഓക്കെ അല്ലേ. അടുത്തത് നമുക്കറിയാം, പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ PM3 എന്ന് പറയുന്ന പദ്ധതി അല്ലെ. ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ PM3. ഈ PM3യിൽ നിന്ന് നമ്മുടെ കേരളം ഒപ്പിട്ടിട്ട് ഇന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞ് ലെറ്ററൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ PM3 പദ്ധതി? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM3 എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് നിങ്ങൾക്കറിയാം. 14,500-ലധികം സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് PM3 എന്ന് പറയുന്ന ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂള്, അതായത് നമ്മുടെ ബ്ലോക്ക് ഉണ്ടല്ലോ, ത്രിതല പഞ്ചായത്തിലെ ബ്ലോക്ക്, ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂളില് പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് NEP എന്ന് പറയുന്നത്, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്ന പദ്ധതിയാണ് PM3 പദ്ധതി. 2023 ആദ്യത്തെ PM3 പദ്ധതി 2023-27 വർഷത്തേക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 2023-2027 വർഷത്തേക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് 100%-ൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ട്, എന്നാണ് ഈ PM3 പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 സെപ്റ്റംബർ 7-നാണ് ആരംഭിക്കുന്നത്. 2022 സെപ്റ്റംബർ 7-നാണ് പാർലമെന്റ്, അതായത് ക്യാബിനറ്റ്, സെൻട്രൽ ക്യാബിനറ്റ് എന്ത് ചെയ്തു? 27,360 കോടിയാണ് 14,500 സ്കൂളുകളിൽ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ബ്ലോക്കിലുള്ള സ്കൂളുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് 5 വർഷത്തേക്കാണ് 2023-27 ആ വർഷത്തേക്ക് വകയിരുത്തിയത്. അപ്പോൾ ഇത് ആരംഭിച്ചത് എക്സാമിന് ചോദിക്കാം. 2022 സെപ്റ്റംബർ 7-നാണ് PM3 പദ്ധതി ആരംഭിച്ചത്. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. നമുക്കറിയാം, കേരളം അതിൽ സൈൻ ചെയ്തു. ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറാനായിട്ട് ഇന്ന് കത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ കേരളം എന്നാണ് ഇത് സൈൻ ചെയ്തത്? ഈ എഗ്രിമെന്റ് കേരളം MOU സൈൻ ചെയ്തത് PM3 സ്കീമിൽ അംഗത്വമെടുക്കാനായിട്ട് MOU സൈൻ ചെയ്തത് ഒക്ടോബർ 24, 2025-നാണ്. നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായ, കേരളത്തിന്റെ ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായ K. വാസുകിയാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബെന്നാർകട്ട ബയോളജിക്കൽ പാർക്ക്. ബംഗളൂരുവിലുള്ള ബെന്നാർകട്ട ബയോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്ന കർണാടകയിലെ ബംഗളൂരിലുള്ള ബെന്നാർകട്ട ബയോളജിക്കൽ പാർക്കാണ്. അടുത്തത് 2026-ൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന വാക്സിൻ, ഡെങ്കിപ്പനിക്കുള്ള വാക്സിനാണ് ഡെങ്ക എന്നാണ്, എളുപ്പമുണ്ട്. അതല്ലെങ്കിൽ ടാക് 003 എന്നുള്ള ഡെങ്കയാണ് 2026-ൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന ഡെങ്കി വാക്സിനാണ് ഡെങ്ക. ടാക് 003 2024-ൽ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച വാക്സിൻ കൂടിയാണ് ഡെങ്ക അഥവാ ടാക് 003 എന്നുള്ളത്.
അടുത്തത് ISROയുടെ ഗഗൻയാൻ വർഷമായി ഗഗൻയാൻ വർഷമായിട്ട് ആചരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് 2025-നെയാണ് ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത്. ഗഗൻയാൻ മിഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത 2025 ഒക്ടോബറിൽ രൂപീകരിച്ച 8ാം ശമ്പള കമ്മീഷൻ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ള 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷയായ സുപ്രീം കോടതി ജഡ്ജിയാണ് രഞ്ജന ദേശായി ആണ് 8ാം ശമ്പള കമ്മീഷന്റെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷന്റെ അധ്യക്ഷയാണ് ആര്? സുപ്രീം കോടതി ജഡ്ജി ആയ രഞ്ജന ദേശായി. അടുത്തത് 2025 ഒക്ടോബറിൽ ജമൈക്ക, ക്യൂബ എന്നിവിടങ്ങൾ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മെലിസ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. ജമൈക്കയിലും ക്യൂബയിലുമൊക്കെയാണ് വീശിയടിച്ചത്. ഏതാണ്? മെലിസ. അപ്പോൾ ഈ ഹറിക്കെയിന് മെലിസയ്ക്ക് പേര് നൽകിയത് നമുക്കറിയാം വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്, WMO ആണ്. ലോക കാലാവസ്ഥ ഓർഗനൈസേഷൻ ആണ്, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം നാഷണൽ ഹറിക്കെയിൻ സെന്ററും കൂടി NHCയും കൂടെ ചേർന്ന് നൽകിയിട്ടുള്ള പേരാണ് മെലിസ എന്ന് പറയുന്നത്. ജമൈക്ക, ക്യൂബ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അല്ലെ. ഈ ജമൈക്ക, ക്യൂബ എന്നിവിടങ്ങളിൽ 2025 ഒക്ടോബറിൽ ആഞ്ഞടിച്ചതാണ്. അടുത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകാൻ പോകുന്നത് റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായിട്ട് നിയമിതനാവാൻ പോകുന്നത്. ഓസ്കാർ വിന്നറൊക്കെ ആയിരുന്നു അല്ലേ. സ്ലം ഡോഗ് മില്യനറിലെ ശബ്ദമിശ്രണത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയ റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായിട്ട്. പ്രേംകുമാർ ആയിരുന്നു നിലവിലെ ചെയർമാൻ അല്ലെ. പ്രേംകുമാറാണ് നിലവിലെ ചെയർമാൻ. അടുത്ത ചെയർമാനായിട്ട് നിയമിതനാവുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. അടുത്തത് വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയാണ് നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ് വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി. അടുത്തത് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കുന്നത്. അതിന്റെ പേര് E-Drop എന്നാണ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലെ. ഡിസംബർ 9, 11 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് E-Drop എന്ന് പറയുന്നത്. ഷാജഹാൻ ആണ് നിങ്ങൾക്കറിയാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ള. അപ്പോൾ E-Drop ആണ് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയർ ആണ് E-Drop. അപ്പോൾ നമ്മൾ 2025 ഒക്ടോബർ മാസത്തിലെ എല്ലാ കറണ്ട് അഫേഴ്സും ഓൾമോസ്റ്റ് എല്ലാ കറണ്ട് അഫേഴ്സും 2 ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനം ചെയ്യും ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നവംബർ 2025 ആദ്യത്തെ വീക്കിലെ കറണ്ട് അഫേഴ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.